ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പ്രാചീന തമിഴകം എന്ന പുതിയ പാഠഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോട്ട്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കണം. അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അതായിരിക്കും ഇനി ഈ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രാചീന തമിഴകം, അവിടുത്തെ ജീവിത രീതികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി 2 ക്ലാസ്സുകളിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. പ്രാചീന തമിഴകം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്. ഇതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ UP ക്ലാസ്സുകളിലൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എന്താണ് പ്രാചീന തമിഴകം, അതുപോലെ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ, അവിടുത്തെ ജീവിത രീതികളെ കുറിച്ചിട്ടുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ UP ക്ലാസ്സിലായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പോൾ കുഞ്ഞീതായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹൈസ്കൂളിലായി, നമ്മൾ കുറച്ചുകൂടെ വലുതായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി വലുതായിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കണം. അതുകൊണ്ടാണ് നമുക്കിത് പ്രാചീന തമിഴകം എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ഒരു പാഠമായിട്ട് തന്നിരിക്കുന്നത്. അന്ന് നമ്മൾ ചെറുത് പഠിച്ചത് ഇപ്പം നമ്മൾ കുറച്ചും കൂടി വലുതായിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് എന്താണ് പ്രാചീന തമിഴകം എന്നത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ പ്രാചീന തമിഴകം എന്താണെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മളിനി എവിടെയായിരുന്നു പ്രാചീന തമിഴകം ഉണ്ടായിരുന്നത്, ഏത് കാലഘട്ടത്തിലായിരുന്നു അതുണ്ടായിരുന്നത്, അതുപോലെ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒരു പ്രാചീന തമിഴകം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വിവരങ്ങൾ കിട്ടിയത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്, അതൊക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഇന്നത്തെ തിരുപ്പതി മുതൽ ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പ്രദേശമായിരുന്നു പുരാതന തമിഴകം. BC 3000 മുതൽ AD 300 വരെയായിരുന്നു ഇത് നിലനിന്നിരുന്നത്. നന്നങ്ങാടികൾ, മുനിയറകൾ, കല്ലറകൾ എന്നിവ പ്രാചീന തമിഴകത്തിൻ്റെ സ്മാരകങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ്, എവിടെയായിരുന്നു പ്രാചീന തമിഴകം നിലനിന്നിരുന്നത്, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ആരൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. ഈ വിവരങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് നമ്മളവരെ അതിൻ്റെ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി അവശിഷ്ടങ്ങളല്ല, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ള അവശിഷ്ടങ്ങളെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പത്രങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് നമ്മളിവിടെ സ്മാരകങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവിടെയാണെന്നാണ് പറഞ്ഞത്, എവിടെയാണ് പ്രാചീന തമിഴകം നിലനിന്നിരുന്നത്? ആന്ധ്രാപ്രദേശിലെ ഇന്നത്തെ തിരുപ്പതി മുതൽ ഇന്നത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ. ഇത് രണ്ടും നമുക്കറിയുന്ന സ്ഥലങ്ങളാണ്. തിരുപ്പതി നമ്മൾ കേട്ടിട്ടുണ്ട്, കന്യാകുമാരി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തിരുപ്പതിക്കും കന്യാകുമാരിക്കും ഇടയിൽ, അല്ലെങ്കിൽ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള ആ കുറച്ച് ഭാഗങ്ങളായിരുന്നു നമുക്ക് പ്രാചീന തമിഴകമായിട്ട് പറയുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലമായിരുന്നു പ്രാചീന തമിഴകം എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എവിടെയായിരുന്നു പ്രാചീന തമിഴകം ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു ധാരണ കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഏത് കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു പ്രാചീന തമിഴകം ഉണ്ടായിരുന്നത്, ഏത് കാലഘട്ടത്തിലാണ് അത് നിലനിന്നിരുന്നതെന്ന് പറയുന്നത്. ഏതിലായിരുന്നു? BC 3000 മുതൽ AD 300 വരെയായിരുന്നു പ്രാചീന തമിഴകം നിലനിന്നിരുന്നത്. BC 3000 മുതൽ AD 300 വരെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിലാണ് പ്രാചീന തമിഴകം വ്യാപിച്ചു കിടന്നിരുന്നത്. അപ്പോൾ അത് രണ്ട് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് ആരാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്? ആരൊക്കെയായിരുന്നു? നന്നങ്ങാടികൾ, മുനിയറകൾ, കല്ലറകൾ, ഇവരൊക്കെയാണ് പ്രാചീന തമിഴകത്തിൻ്റെ സ്മാരകങ്ങളായി അറിയപ്പെടുന്നത്. അതായത് പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കെല്ലാവർക്കും നൽകുന്നത്, എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ? നന്നങ്ങാടികൾ, മുനിയറകൾ, കല്ലറകൾ തുടങ്ങിയ സ്മാരകങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ കുറേ വായിച്ചിട്ടുണ്ടായിരിക്കും.
അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യം പ്രാചീന തമിഴകത്തെക്കുറിച്ച് പറയുന്നത്. എവിടെയാണ്, ഏത് സ്ഥലത്താണ് പ്രാചീന തമിഴകം ഉണ്ടായിരുന്നത്, ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സ്മാരകങ്ങൾ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നത്, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് ഇതാ നന്നങ്ങാടികൾ. നമ്മൾ കണ്ടിട്ടുണ്ട്, മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട് നന്നങ്ങാടികളെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു കലം അല്ലേ, ഏകദേശം ഒരു കലത്തിൻ്റെയൊക്കെ രൂപം തന്നെയാണ് ഇതിന് നന്നങ്ങാടികൾക്ക്. അപ്പോൾ എന്തിനായിരിക്കും നന്നങ്ങാടികൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക? പാചകം ചെയ്യാനൊക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ കലത്തിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പാചകം ചെയ്യും അല്ലേ, കലത്തിൽ ഭക്ഷണം പാചകം ചെയ്യും. പിന്നെ അതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതിനൊക്കെയാണ് നമ്മൾ കലം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളം കൊണ്ടുവരാം, അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്തിനാണ് നന്നങ്ങാടികൾ ഇവർ ഉപയോഗിച്ചിരുന്നത്? പ്രാചീന തമിഴകത്ത് എന്തിനാണ് ഇവർ നന്നങ്ങാടികൾ ഉപയോഗിച്ചിരുന്നത് നമുക്ക് നോക്കാം അല്ലേ. മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനാക്കി അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത്തരം കലങ്ങൾ നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്നു. എന്താണ്? മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങൾ വലിയ കലത്തിനകത്താക്കി അടക്കം ചെയ്യുന്ന ഒരു രീതി. അതായിരുന്നു പ്രാചീന തമിഴകത്ത് ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. നമുക്കൊക്കെ എങ്ങനെ, നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ കാലത്ത് മരിച്ച ആളുകളുടെ മൃതശരീരം ഒന്നുകിൽ നമ്മൾ മറവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുക, ദഹിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പ്രാചീന തമിഴകത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? മരിച്ച ആളുടെ ഭൗതികാവശിഷ്ടം ഒരു വലിയ കലത്തിനകത്താക്കിയിട്ട് എന്ത് ചെയ്യും? അടക്കം ചെയ്യും, മറവ് ചെയ്യുക, മണ്ണ് കുഴിച്ചിട്ട് മണ്ണിനടിയിൽ അടക്കം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അവർ കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ആ മരിച്ച ആളുടെ ഭൗതിക ശരീരം ആക്കി വെക്കുന്ന ആ കലം, ഉള്ളിലാക്കുന്ന ആ വലിയ കലം, ആ കലത്തിനെയാണ് എന്ത് പറയുന്നത്? നന്നങ്ങാടികൾ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ കലമാണ്. ഈ കലത്തിനകത്താണ് അവർ എന്ത് ചെയ്തിരുന്നത്? മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ആ കാലത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് നന്നങ്ങാടികൾ. അവരുടെ ജീവിത രീതിക്കുള്ള, എങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ നൽകുന്ന ഒരു സ്മാരകമായിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റും? നന്നങ്ങാടികളെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നന്നങ്ങാടികൾ മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങൾ, അതായത് അവർ ജീവിച്ചിരുന്നതിൻ്റെ തെളിവ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത രീതിയെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ കാണിക്കുന്ന ഒരുപാട് സ്മാരകങ്ങൾ ഇതിലുണ്ട്. അതൊക്കെ നമ്മളിതിൽ പഠിക്കുന്നുമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ പറഞ്ഞിരുന്നത് ഈ ഒരു നന്നങ്ങാടികളായിരുന്നു. മരിച്ചയാളുടെ ആ ഒരു സംസ്കാരം അവരെങ്ങനെയാണ് നടത്തിയിരുന്നത്, അത് എങ്ങനെയായിരുന്നു അവർ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു ജീവിത രീതി അവരുടെ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു നന്നങ്ങാടി എന്ന് പറയുന്ന ആ ഒരു കലം, അല്ലെങ്കിൽ നന്നങ്ങാടി എന്ന് പറയുന്ന ആ സ്മാരക രൂപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ആ മരിച്ചയാളെ അവരെങ്ങനെയായിരുന്നു അടക്കം ചെയ്തിരുന്ന ആ ഒരു രീതി, അതായിരുന്നു ഈ നന്നങ്ങാടികളിലൂടെ നമുക്ക് ലഭിച്ച അറിവ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ മഹാശിലാ സ്മാരക രൂപങ്ങൾ? ഇപ്പോൾ നമ്മൾ ഈ നന്നങ്ങാടി പോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ അവരെ കുറിച്ചിട്ടുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? കൽവളയം എന്ന് പറഞ്ഞിട്ടൊരു രൂപമുണ്ട്. കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല് എന്നിവയാണ് പ്രധാന സ്മാരക രൂപങ്ങൾ. അപ്പോൾ ഒക്കെ എന്താണ്? ഈ കല്ലുകൊണ്ടുള്ള കുറേ സാധനങ്ങളാണ് അല്ലേ. ഓക്കെ, എല്ലാത്തിലും ഒരു കല്ല് ഉണ്ട്. ഇപ്പോൾ കൽവളയായിക്കോട്ടെ, കന്മേശ, കല്ലറ, അതിലൊക്കെ എന്താണ്? കല്ലാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൂടുതലും ഇവർ കല്ല് ഉപയോഗിച്ച്, ശിലകൾ ഉപയോഗിച്ചിട്ട് കുറേ രൂപങ്ങളും വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശിലാനിർമ്മിതികൾ ഒരുപാട് അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാരക രൂപങ്ങൾ, അതായത് ഈ കൽവളയവും കന്മേശ, കുടക്കല്ല്, ഇതുപോലെയുള്ള ഇത്തരം സ്മാരക രൂപങ്ങളാണ് എന്തറിയപ്പെടുന്നത്? മഹാശിലാ സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കൽവളയം, കന്മേശ, കല്ലറകൾ, മുനിയറ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല് തുടങ്ങിയ സ്മാരക രൂപങ്ങളെയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിനെ നമ്മൾ എന്ത് പറയുന്നു? മഹാശിലാ കാലഘട്ടം എന്ന് പറയുന്നു.
അപ്പോൾ കല്ലുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരുപാട് രൂപങ്ങൾ ഉണ്ടായിരുന്നു. ആ രൂപങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്മാരക രൂപങ്ങൾ. അതായത് ആ ഒരു പ്രാചീന തമിഴ് കാലഘട്ടത്തിൻ്റെ സ്മാരക രൂപങ്ങളായിട്ടാണ് ഇത്തരം ശിലാരൂപങ്ങളെ നമ്മൾ പറയുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് മഹാശിലാ സ്മാരകങ്ങൾ. ആ കാലഘട്ടത്തിലുള്ള മഹാശിലാ സ്മാരകങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലം, അവ നിർമ്മിക്കപ്പെട്ട കാലത്തിനെയാണ് എന്ത് പറയുന്നത്? മഹാശിലാ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് പ്രാചീന തമിഴകം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിലാണ് അതുണ്ടായത്, എന്തൊക്കെ വിവരങ്ങൾ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്, അത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരക രൂപമായിട്ടുള്ള നന്നങ്ങാടികൾ, മനുഷ്യരുടെ മരിച്ചയാളുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു കലം, അതിനെയാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെയാണ് സ്മാരക രൂപങ്ങൾ, പ്രാചീന തമിഴ് കാലഘട്ടത്തിലത്തെ സ്മാരക രൂപങ്ങൾ എന്താണ്, അതിനെ എന്താണ് നമ്മൾ പറയുന്നത്, അത്തരം രൂപങ്ങളെ നമ്മൾ പൊതുവെ പറയുന്ന പേരെന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഈ സ്മാരക രൂപങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിനെയാണ് മഹാശിലാ കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് മഹാശിലാ സ്മാരകങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഏറ്റവും ആദ്യത്തെയാണ് നാട്ടുകല്ല്. അപ്പോൾ ഇതൊക്കെ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം അറിയാം, എന്തൊക്കെയാണെന്നൊക്കെ ഏകദേശം രൂപമൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് പഠിക്കാം ഇതിൽ. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ്? നാട്ടുകല്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രൂപമുണ്ട്. അതുപോലെ തന്നെ കുടക്കല്ലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഗുരുവായൂരിനടുത്ത് അരിയന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം മഹാശിലാ സ്മാരക രൂപങ്ങൾ കാണാം. അവിടെ കുടക്കല്ലുണ്ട്, അതുപോലെ തന്നെ മുനിയറ, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിരിക്കുന്ന ഒരു മഹാശിലാ സ്മാരക രൂപം എന്ന് പറയുന്നത് കുടക്കല്ലാണെന്നാണ് പൊതുവെ പറയുന്നത്. കുടക്കല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ നാട്ടുകല്ലായി, കുടക്കല്ലായി. ഇനി അടുത്തത് ഇതാണ് മുനിയറ. ഇതാണ് നമ്മുടെ മുനിയറ. കണ്ടില്ലേ, 4 അറകളുണ്ട് ഉള്ളിലായിട്ടാണ്. അപ്പോൾ ഇതും എന്താണ്? ശിലാനിർമ്മിതമാണ്. അപ്പോൾ ഇതാണ് മുനിയറ എന്ന് പറയുന്നത്. ഇനി വേറൊന്നാണ് കന്മേശ. ഇതേപോലെ 4 ശിലകളുടെ മേലെയായിട്ട് ഒരു പരന്ന ശില വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ത്? കന്മേശ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മെയിനായിട്ടും ഇതിൽ പറയുന്ന ശിലാരൂപങ്ങൾ, പ്രാചീന തമിഴകത്തെ മഹാശിലാരൂപങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ശിലകൾ ഏതൊക്കെയാണ് മഹാശിലാ സ്മാരക രൂപങ്ങൾ എന്നതും കണ്ടു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് മഹാശിലാ കാലഘട്ടം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മഹാശിലാ സ്മാരക രൂപങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? മഹാശിലാ കാലഘട്ടം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താണ് ഈ മഹാശിലാ കാലഘട്ടം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. വാൾ, കുന്തം, കത്തി, ചൂണ്ടക്കൊളുത്ത്, വിളക്ക്, ആണികൾ, വിളക്കുകാൽ എന്നിങ്ങനെ വ്യത്യസ്ത തരം ഇരുമ്പുപകരണങ്ങൾ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഈ കാലഘട്ടം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായി കണക്കാക്കുന്നു. ഇപ്പം എന്താണ്? മഹാശിലാ കാലഘട്ടത്തിൽ ഒരുപാട് ഇരുമ്പ് ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാളായിക്കോട്ടെ, കുന്തം, കത്തി, ചൂണ്ടക്കൊളുത്ത്, ആണികൾ, വിളക്കുകാല്, ഇതൊക്കെ എന്താണ്? ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഉപകരണങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ തെളിവുകളായിട്ട് ഇത്തരം ഒരുപാട് ഇരുമ്പ് ഉപകരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഹാശിലാ കാലഘട്ടത്തെ എന്തായി പറയാം? നമുക്ക് ഇരുമ്പ് യുഗമായിട്ട് പറയാം. ഇരുമ്പ് ഉപകരണങ്ങൾ കുറേ കണ്ടെത്തിയതുകൊണ്ട്, തെളിവുകളായിട്ട് കുറേ ഇരുമ്പ് ഉപകരണങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചതുകൊണ്ട് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇതിനെ എന്തായിട്ടാണ് പറയുന്നത്? ഇരുമ്പ് യുഗമായിട്ടാണ് മഹാശിലാ കാലഘട്ടത്തെ പറയുന്നത്. ഇരുമ്പ് ഉപകരണങ്ങൾ മാത്രമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളൂ, അതിൻ്റെ ഒപ്പം തന്നെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? മൺപാത്രങ്ങൾ,
മുത്തുകൾ എന്നിവയും ഈ സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം നമ്മളുടെ ഈ മഹാശിലാ സ്മാരകങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, അങ്ങനെ കുറേ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതുപോലെ മൺപാത്രം, മുത്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു സ്മാരകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ചില സ്മാരകങ്ങളിൽ നിന്നൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? റോമൻ സ്വർണ്ണ നാണയങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മഹാശിലാ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയത്? ഒരുപാട് ഇരുമ്പുപകരണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഇരുമ്പ് യുഗമായി കണക്കാക്കി. ഇരുമ്പുപകരണങ്ങൾക്ക് പുറമെ മൺപാത്രങ്ങൾ, മുത്തുകൾ, റോമൻ സ്വർണ്ണ നാണയങ്ങൾ, ഇതൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റോമൻ സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ റോമൻ സാമ്രാജ്യവുമായിട്ട് പ്രാചീന തമിഴ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രാചീന തമിഴുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? വിനിമയമൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇനി എവിടെ നിന്നൊക്കെയാണ് നമുക്കിതൊക്കെ കിട്ടിയത്? മഹാശിലാ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തിരുപ്പതി തൊട്ട് കന്യാകുമാരി വരെയായിരുന്നു പ്രാചീന തമിഴകം നിലനിന്നിരുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് വ്യാപിച്ചു കിടന്നിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ മഹാശിലാ കാലഘട്ടത്തെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയത്, അല്ലെങ്കിൽ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയത്? അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? കൊടുമണൽ, അളഗരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ചെറമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പൊയിൽ. ഇത്രയും സ്ഥലങ്ങളിൽ നിന്നാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നാണ് നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കേരളത്തിലുള്ള സ്ഥലങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള സ്ഥലങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുത്ത സ്ഥലങ്ങളെ കുറിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ തന്നെ പറഞ്ഞല്ലോ കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ പെടുന്ന സ്ഥലങ്ങളുമുണ്ട്, കേരളത്തിൽ പെടുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ഈ കൊടുമണൽ, അളഗരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ, ഇത്രയും സ്ഥലങ്ങൾ എവിടെ പെട്ടതാണ്? തമിഴ്നാട്ടിൽ പെട്ട സ്ഥലങ്ങളാണ്. കൊടുമണൽ, അളഗരൈ, തിരുക്കാമ്പലിയൂർ, പഴനി, ആദിച്ചനെല്ലൂർ. ഇതിൽ പഴനി എല്ലാവരും നന്നായി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബാക്കി സ്ഥലങ്ങളും എന്താണ്? തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ കാണാം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എവിടുന്ന? ആ ഒരു തമിഴ്നാട് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രാചീന തമിഴകത്തെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നത്. ഇനി 3 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിൽ പെടുന്നുണ്ടെന്ന്. അതാണ് ചെറുമനങ്ങാട്, മറയൂർ, ഉമിച്ചിപ്പൊയിൽ. ഈ 3 സ്ഥലങ്ങൾ കേരളത്തിൽ പെട്ടതാണ്. ഈ 3 സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പ്രാചീന തമിഴകത്തെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞത്. എന്താണ് പ്രാചീന തമിഴകം, അത് ഏത് സ്ഥലം തൊട്ട് ഏത് സ്ഥലം വരെയാണ് വ്യാപിച്ചു കിടന്നിരുന്നത്, ഏത് കാലഘട്ടത്തിലാണ് നിലനിന്നിരുന്നത്, എവിടെ നിന്നൊക്കെയാണ് നമുക്കതിനെക്കുറിച്ചിട്ടുള്ള തെളിവുകൾ കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അല്ലെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയായിട്ടുള്ള മരിച്ചയാളുടെ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്യുന്ന കലം, നന്നങ്ങാടികളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. അതെന്താണ് നന്നങ്ങാടി എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താണ് മഹാശിലാ സ്മാരക രൂപങ്ങൾ, എന്താണ് മഹാശിലാ കാലഘട്ടം, ആ മഹാശിലാ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രാചീന തമിഴകത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളായിരുന്നു ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. അത് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഘം കൃതികൾ. അവിടെ പ്രാചീന തമിഴകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സംഘം കൃതികളെ കുറിച്ചിട്ടാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഘം കൃതികളെ നമുക്ക് പഴന്തമിഴ് പാട്ടുകൾ എന്ന് പറയാൻ പറ്റും. അതായത് പഴന്തമിഴ് പാട്ടുകളുടെ ഒരു ശാഖ, അല്ലെങ്കിൽ പഴന്തമിഴ് പാട്ടുകളുടെ ഒരു ആകെ തുകയൊക്കെയാണ് എന്ത്? സംഘം കൃതികൾ. ഇപ്പോൾ പഴന്തമിഴ് പാട്ടുകൾ എന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കുറേ നമ്മളുടെ പഴയ ചരിത്രങ്ങളെ കുറിച്ചിട്ട് പറയുന്ന പാട്ടുകളൊക്കെ എന്തിൽ പെടുത്താൻ പറ്റും? നമുക്ക് പഴന്തമിഴ് പാട്ടുകളായിട്ട് പറയാനായി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സംഘം കൃതികൾ എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായി പോകുന്നത്. മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് പഴന്തമിഴ് പാട്ടുകൾ രചിക്കപ്പെട്ടത്. പ്രാചീന തമിഴകത്തെ മനുഷ്യജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പഴന്തമിഴ് പാട്ടുകൾ സഹായിക്കുന്നു.
പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ സംഘസാഹിത്യം എന്നറിയപ്പെടുന്നു. അപ്പം എന്തായിരുന്നു? പഴന്തമിഴ് പാട്ടുകൾ കൂടുതലും രചിക്കപ്പെട്ടത് ഈ ഒരു മഹാശിലാ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന തമിഴകത്തെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് പഴന്തമിഴ് പാട്ടുകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പഴന്തമിഴ് പാട്ടുകളുടെ ഒരു ആകെത്തുക, അല്ലെങ്കിൽ അതിൻ്റെ കുറേ പഴന്തമിഴ് പാട്ടുകൾ ചേർന്ന ഒരു സമാഹാരം, അല്ലെങ്കിൽ അതൊക്കെ ചേർന്നിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംഘസാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘകാല സാഹിത്യത്തിലത്തെ ഒരു പ്രധാന കവിയാണ് കവയിത്രിയാണ് ഔവയ്യാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ഒരു കവയിത്രിയുടെ കുറച്ച് വരികൾ പഴന്തമിഴ് പാട്ടിൻ്റെ അല്ലെങ്കിൽ സംഘസാഹിത്യത്തിലത്തെ കുറച്ച് വരികൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഘകാല സാഹിത്യത്തിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവയിത്രിയാണ് ഔവയ്യാർ. ഇനി വേറെയും കുറേ കവികളുണ്ട്. അവരുടെ പേരാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ, ഇവരൊക്കെ ആ ഒരു സംഘകാല സാഹിത്യത്തിലത്തെ പ്രധാന കവികളാണ്. അപ്പോൾ നമ്മൾ സംഘം കൃതികൾ എന്താണെന്ന് പഠിച്ചു. പഴന്തമിഴ് പാട്ടുകളുടെ ഒരു സമാഹാരമാണ് സംഘസാഹിത്യം. അതിൽ വരുന്ന കൃതികളെയാണ് നമ്മൾ സംഘസാഹിത്യ കൃതികൾ അഥവാ സംഘം കൃതികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട ഒരു കവയിത്രിയാണ് ഔവയ്യാർ. അതേപോലെ തന്നെ വരുന്ന മറ്റു കവികളാണ് കപിലർ, പരണർ, മധുരൈ നക്കീരൻ, പാലൈ ഗൗതമനാർ, ഇവരൊക്കെ. അപ്പോൾ നമ്മൾ സംഘം കൃതികൾ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്തത്, ഈ സംഘം കൃതികളെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. സംഘം കൃതികളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാനായിട്ട് പറ്റും. അതൊക്കെയാണ് അകം പാട്ടുകൾ, പുറം പാട്ടുകൾ. സംഘകൃതികളെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നതാണ് അകം പാട്ടുകളും പുറം പാട്ടുകളും. അപ്പോൾ എന്താണ് അകം പാട്ടുകൾ? വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നവയെയാണ് നമ്മൾ അകം പാട്ടുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംസ്കാരം എടുക്കുകയാണ്, ഇപ്പോൾ പ്രാചീന തമിഴ് സംസ്കാരം എടുക്കുമ്പോൾ ആ സംസ്കാരത്തിൽ പെടുന്ന ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെ, അതായത് ഒരു മഹാനായ അല്ലെങ്കിൽ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ചോ പ്രതിപാദിക്കുന്ന പാട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അകം പാട്ടുകൾ എന്ന് പറയുന്നത്. പുറം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആ സമയത്ത് നിലനിന്നിരുന്ന കച്ചവടം, വിനിമയ വ്യവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി മറ്റ് സംസ്കാരങ്ങളുമായി നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചോ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പുറം പാട്ടുകളിൽ പറയുന്നത്. അപ്പോൾ അകംപാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെക്കുറിച്ചോ കുടുംബങ്ങളെക്കുറിച്ചോ ഉള്ള പാട്ടുകളാണെങ്കിൽ, പുറം പാട്ടുകൾ എന്ന് പറയുന്നത് ആ സംസ്കാരത്തിൻ്റെ യുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ കച്ചവട വ്യവസ്ഥയെക്കുറിച്ചോ ആയിരിക്കും പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ആ പ്രാചീന തമിഴകത്തെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് ആരാണ്? ഇത്തരം സംഘം കൃതികളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ സംഘം കൃതികൾ എന്താണെന്ന് പഠിച്ചു, സംഘസാഹിത്യം എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇതിൻ്റെ തരം തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സംഘകൃതികളെ തരം തിരിക്കുന്നതെന്ന് പഠിച്ചു. അകംപാട്ടുകൾ, പുറംപാട്ടുകൾ, അങ്ങനെ 2 ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ സംഘം കൃതികളിൽ തന്നെ ഓരോ വിഭാഗങ്ങളും ഉണ്ട്. ആ വിഭാഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കൃതികളുമുണ്ട്. അതേതൊക്കെയെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 5 വിഭാഗങ്ങളാണുള്ളത്. 10 പാട്ട്, 8 തൊകൈ, 11 കീഴ്ക്കണക്ക്, വ്യാകരണ ഗ്രന്ഥം, മഹാകാവ്യങ്ങൾ, ഇങ്ങനെ 5 വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും സംഘം കൃതികളിൽ വരുന്നത്. ഇനി അതിലൊക്കെ ഓരോ വിഭാഗത്തിലും വരുന്ന കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ആദ്യത്തെ ആയിരുന്നു 10 പാട്ട്. 10 പാട്ടിൽ വരുന്ന 2 പ്രധാന കൃതികളാണ് തിരുമുരുകാറ്റുപടൈ, മധുരൈ കാഞ്ചി. തിരുമുരുകാറ്റുപടൈ, മധുരൈ കാഞ്ചി, ഈ 2 കൃതികളാണ് പ്രധാനമായിട്ടും 10 പാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അടുത്തതായിട്ട് 8 തൊകൈ. 8 തൊകൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് 3 എണ്ണമാണ്. അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്. ഈ 3 എണ്ണം നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3 കൃതികളാണ് 8 തൊകൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അതൊക്കെയാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത്. ഇനി മൂന്നാമത്തെയാണ് 11 കീഴ്ക്കണക്ക്. അടുത്ത വിഭാഗമാണ് 11 കീഴ്ക്കണക്ക്. അതിൽ 2 എണ്ണമാണ് വരുന്നത്. 2 പ്രധാന കൃതികളാണ് വരുന്നത്. തിരുക്കുറൾ, മുതുമൊഴി കാഞ്ചി. ഇങ്ങനെ 2 പ്രധാന കൃതികളാണ് ഈ ഒരു 11 കീഴ്ക്കണക്കിൽ വരുന്നത്. അടുത്തത് വ്യാകരണ ഗ്രന്ഥം.
ആ കാലത്തെ, അതായത് സംഘകാലത്തെ അല്ലെങ്കിൽ പ്രാചീന തമിഴ് കാലത്തെ വ്യാകരണ ഗ്രന്ഥമാണ് എന്ത്, തൊൽക്കാപ്പിയം എന്ന കൃതി വരുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംഘം കൃതികളിൽ വരുന്ന മഹാകാവ്യങ്ങൾ ഏതൊക്കെയാണ്? 2 പ്രധാന കാവ്യങ്ങൾ മഹാകാവ്യങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ചിലപ്പതികാരം, മണിമേഖല. ഈ 2 കൃതികളാണ് മഹാകാവ്യങ്ങളായിട്ട് പ്രാചീന തമിഴകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 5 വിഭാഗങ്ങളാണ് സംഘം കൃതികളിൽ വരുന്നത്. ഓരോ വിഭാഗത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രധാന കൃതികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാചീന തമിഴകത്തിലത്തെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? എന്താണ് പ്രാചീന തമിഴകം എന്നത് നമ്മൾ പഠിച്ചു. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള നന്നങ്ങാടി, എന്താണ് നന്നങ്ങാടികൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് മഹാശിലാ സ്മാരക രൂപങ്ങൾ, എന്താണ് മഹാശിലാ കാലഘട്ടം, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ കുറച്ച് മഹാശിലാ സ്മാരകങ്ങളുടെ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാശിലാ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ മഹാശിലാ സ്മാരക രൂപങ്ങളിൽ നിന്ന് തെളിവുകൾ കിട്ടിയത്, പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള തെളിവുകൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയത്, അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പെടുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഏറ്റവും അവസാനമായിട്ട് എന്താണ് സംഘം കൃതികൾ, അതുപോലെ ഏതൊക്കെ വിഭാഗങ്ങൾ, എത്ര വിഭാഗങ്ങളിൽ സംഘം കൃതികളിൽ വരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ചു നോക്കണം. ഒന്നും കൂടി നോട്ട്സ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് 3 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മഹാശിലാ സ്മാരക രൂപങ്ങളുടെ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് 4 എണ്ണം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന സ്മാരക രൂപങ്ങളുടെ സവിശേഷതകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പട്ടിക രൂപത്തിൽ തയ്യാറാക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തെ, മഹാശിലാ കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ച് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് മഹാശിലാ കാലഘട്ടം, അവിടെ നമുക്ക് എന്തൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അത് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് വായിച്ചുകൊണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മഹാശിലാ കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ചിട്ടൊരു കുറിപ്പ് തയ്യാറാക്കണം. അതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ വർക്ക്. മൂന്നാമത്തെ, സംഘസാഹിത്യ വിഭാഗങ്ങൾ, അതായത് ഏതൊക്കെയാണ് സംഘസാഹിത്യ വിഭാഗങ്ങൾ, അതിലത്തെ കൃതികൾ ഏതൊക്കെയാണ്, അതും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക നിങ്ങൾ തയ്യാറാക്കാം. ഇത്രയാണ് നിങ്ങൾക്കുള്ള 3 വർക്കുകൾ. അപ്പോൾ നോട്ട്സ് നന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. താങ്ക് യു.